സ്വർണ്ണ നെക്ലസ് ഫ്രീ ഗോൾഡിന്റെ ആണ് കേട്ടോ. 1.5 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസ് ഉണ്ട്. ഇനോഗ്രേഷൻ ചെയ്യണത് വേറെ ആരുമല്ല, നമ്മളിൽ ഒരാൾ തന്നെയാണ്. നീ ഇങ്ങനെ കയ്യിൽ പിടിക്കണേക്കാളും നല്ലത് എന്റെ മേത്ത് വെക്കണതല്ലേ. ഞാൻ ചെയ്ത് തരണല്ലേ കുറച്ചുകൂടി നല്ലത്. ഒരാൾക്കല്ല, വേറെയും ഉണ്ട് സമ്മാനങ്ങൾ. ഇതൊക്കെ 1.5 ഗ്രാമിൽ വരുന്ന ചെയിനുകളാണ്. 200 മില്ലിമീറ്ററുള്ള ലോക്കറ്റുകൾ. 3 പേർക്കുണ്ട് സമ്മാനം. പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഉണ്ടാവും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ആവണോ? അതിനോടൊപ്പം തന്നെ സ്വർണ്ണ നെക്ലസ് ഫ്രീ ഗോൾഡിന്റെ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുക, എപ്പോഴാണ് കിട്ടുക, എന്നാണ്, ഏതാ ഡേറ്റ് നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡീറ്റെയിലൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെലിബ്രേറ്റ് ആവാൻ പറ്റുമോ? അതും ഞാനാണ് തീരുമാനിക്കുന്നത് സെലിബ്രേറ്റ് ആവേണ്ട കാര്യം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അരിക്കുറ്റി വടതല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇത് ശരിക്കും ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് ബസ് നിർത്തുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് രാജധാനി ഗോൾഡിൻ്റെ ഷോറൂമിലേക്കാണ് കേട്ടോ. തൊട്ട് ഒന്നുകൂടി എളുപ്പത്തിൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് ഒരു സ്കൂൾ വരുന്നുണ്ട്. സ്കൂളിൻ്റെ പേര് വരുന്നത് ജാം അദ HSS സ്കൂളാണ്. വടതല എന്ന് എഴുതിയിട്ടുണ്ട്. വടതല 3-4 ഉണ്ട് കേട്ടോ. ഇവിടെ ആലപ്പുഴയിൽ തന്നെ 2 വടതലയുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും വടതലയുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറയണത് അരിക്കുറ്റി അങ്ങനെ എന്തോണോ വടതല. അതാ ബസ് സ്റ്റോപ്പ് തൊട്ട് ഇവിടെ തന്നെയാണ് ബസ് നിർത്തണത്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക. അപ്പോൾ വന്നിട്ട് നമുക്കിതാ ഇതൊക്കെ ഒന്ന് പൂരിപ്പിച്ചൊക്കെ ഒന്ന് കൊടുക്കാം. ഈ സംഭവമൊക്കെ ഒന്ന് പൂരിപ്പിച്ച് കൊടുക്കാം. പൂരിപ്പിക്കാനായിട്ട് ഇവിടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പാനി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനും എൻ്റെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ആവണത്, അതുപോലെ തന്നെ ഒരു സ്വർണ്ണ നെക്ലസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നത് അറിയണ്ടേ? നമുക്ക് അകത്തേക്ക് കയറി നോക്കിയാലോ? വരൂ. നമ്മളെ സെലിബ്രേറ്റ് ആക്കാനായിട്ട് ഇവിടെ ഓണർ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓണറിനും തന്നെ പിടിച്ചോണേ. സ്വാഗതം. എന്താണ് വിശേഷം? നല്ല വിശേഷം. സുഖം അല്ലേ? എന്താ പേര്? റാഷിദ നമ്മുടെ രാജധാനി ഒക്കെ റാറാ വെച്ചിട്ടല്ലേ രാജധാനി. രാജധാനിയിലത്തെ ഓണറാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കാൻ അവരോട് അവർക്ക് സെലിബ്രേറ്റ് ആവാം, സ്വന്തമായിട്ട് ഒരു സ്വർണ്ണ നെക്ലസും കൂടി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ ആയിട്ടില്ല. അപ്പൊ ഒരാൾ കാണണം കേട്ടോ നമ്മൾ ഈ ഒരു സ്വർണ്ണ നെക്ലസ് കൊടുക്കുന്നത്. അത് എങ്ങനെയാ ഏതാന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെ, ഇവിടെ മെയിനായിട്ട് എന്താണ് ഉള്ളത്? മെയിനായിട്ട് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണുള്ളത് കൂടുതലും. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റിൽ മാലകളുണ്ട്, നെക്ലസ്, വെഡിങ് സെറ്റ് ഉണ്ട്. ഈവൻ വെഡിങ് സെറ്റ് വരെ ലൈറ്റ് വെയിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. ഒക്കെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകളാണ് അല്ലേ ഇവിടെ. അപ്പൊ ഈ വലിയ വലിയ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രൈഡൽ വെയർ അങ്ങനത്തെ സംഭവം. ബ്രൈഡൽ വെയറും ഉണ്ട്, ലൈറ്റ് വെയിറ്റിനൊപ്പം തന്നെ ബ്രൈഡൽ വെയറും ഉണ്ട്. ഒപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ കളക്ഷൻസ് വെച്ച് നോക്കാം. ഇത് ഗോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കനെ കാണാം. പിന്നെ ഇവിടെ കസ്റ്റമേഴ്സ് ഇരിക്കേണ്ടി ഇവരൊക്കെ ഫ്രീ ഒക്കെ നോക്കിയിട്ട് വേണം ഓരോരോ കളക്ഷൻസ് നോക്കുന്ന. ഒക്കെ ലൈറ്റ് വെയിറ്റ് മുക്കാൽ പവനൊക്കെ നല്ല നല്ല നെക്ലസ് ഒക്കെ ഞാനിവിടെ കണ്ടു. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോവാം നമുക്ക് കളക്ഷൻസിലേക്ക്. എല്ലായിടത്തും സ്വർണം കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ് കൂടുതലുള്ളത്. ഹെവി വെയിറ്റ് ഉണ്ട് മാലകൾ, എന്നാലും ലൈറ്റ് വെയിറ്റിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ്. ലൈറ്റ് വെയിറ്റ് തന്നെ നെക്ലസ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് എത്ര ഗ്രാം തൊട്ടോ? ചെയിനൊക്കെ ആണെങ്കിൽ 1.5 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻ ഉണ്ട്. 1.5 ഗ്രാമിന് ചെയിനോ? 1.5 ഗ്രാം ഇല്ല, നല്ല ഉറപ്പോട് കൂടി കിട്ടും. അതൊന്ന് കാണിച്ചത് എവിടെയാണ്? 1 ഗ്രാം 1.5 ഗ്രാം എന്നൊക്കെ പറയുന്നത്. 1.5 ഗ്രാമിലൊക്കെ ചെയിനുകളുണ്ട്. നല്ല നല്ല വെറൈറ്റി. ഈ ട്രേ അങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ട്രേ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതില് ഇതൊക്കെയാണോ? ഇതൊക്കെ 1.5 ഗ്രാമിൽ വരുന്ന ചെയിനുകളാണ്. വാവ്. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം, വലിയവർക്ക് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും വലിയവർക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നല്ല 6 പിടിയിൽ വരുന്നതാണ്. ലെങ്ത് കുറവായിരിക്കും, നെക്കില് കിടക്കുന്ന ടൈപ്പാണ്. അപ്പൊ ഇതിൽ തന്നെ കുറെ ഉണ്ടോ കളക്ഷൻസ്? ഇതിന്റെ തന്നെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നെക്ലസ് ഉണ്ട്. ഇതിന്റെ തന്നെ 1 ഗ്രാമിൽ വരുന്ന 1.5 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസ് ഉണ്ട്. 2 ഗ്രാം 2.5 ഗ്രാമിലൊക്കെ വരുന്ന നെക്ലസ്. പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഗ്രാം കൂട്ടിയിട്ട് എന്നിട്ട് കാര്യം കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഓർണമെന്റ്സ് നമ്മൾ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷനും കൂടി. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. കാരണം ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ 1 ഗ്രാം തൊട്ടുള്ള ചെയിനുകളാണ് മെയിനായിട്ട്. പിന്നെ ലോക്കറ്റുകൾ പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റിൽ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. ഇതിപ്പോൾ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചാൽ ചേട്ടന് വേണ്ടി എടുത്ത് വെച്ചതാന്ന് തോന്നുന്നത് കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചെയിൻ കൂടാണ്ട് ഇവിടെ വലിയ വലിയ ചെയിനുകളുണ്ട്. നമുക്ക് ചെറിയ ചെയിൻ മാത്രമല്ല, ഷോമാലയൊക്കെ ഉണ്ട്. 6 ഗ്രാം 8 ഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന
മാലകള്, നെക്ലസുകൾ 6 ഗ്രാമിലൊക്കെയോ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസുകളുണ്ട്. ആഹാ, അടിപൊളി കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 6 ഗ്രാമിലൊക്കെ 6 ഗ്രാമിൽ വരുന്ന പവനിലൊക്കെ നല്ല നല്ല നെക്ലസ് കിട്ടും. അതെ അതെ. ഓക്കെ, അപ്പൊ ഇതിന് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അതിൽ പെട്ട കളക്ഷൻസ് ഒക്കെ 3 ഗ്രാം. ലൈറ്റ് വെയിറ്റ് ഉണ്ട്, ഹെവി ഉണ്ട്. ഇതൊക്കെ ഇത്തിരി വെയിറ്റ് കൂടിയതാണ്. എന്നാലും വെയിറ്റ് കൂടി എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയൊക്കെ? ഒരു 2.5 പവൻ ഒക്കെ വരുന്ന ആ ഒരു ഇതിൽ നിൽക്കുള്ളൂ. പിന്നെ അടിയിൽ നോക്കുകയാണെങ്കിലും മൊത്തം നെക്ലസ് ആണ്, ലൈറ്റ് വെയിറ്റ് നെക്ലസുകൾ പെട്ടുന്നത്. ഇതൊക്കെ സെപ്പറേറ്റ് ലോക്കറ്റ് അല്ല, അതിന്റെ കൂടെ കൂടിയിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലേ ഇതൊക്കെ കാണുന്നത്? അതൊക്കെ ഒരു 4-4.5 ഗ്രാം അത്രയൊക്കെ വരുന്ന റേഞ്ച് അത്രയ്ക്കേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കൂടാണ്ട് മോളിലും കുറെ കാണുന്നുണ്ട്. ഇതൊക്കെ ലൈറ്റ് വെയിറ്റിൽ പെടുന്ന കളക്ഷൻസ് ആണ്. ഇത് തന്നെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ഇപ്പം ഇനി ഇതിന്റെ ഡിസൈൻ ചെറുതായി പോയി, നമുക്ക് കുറച്ച് വലുതാക്കണം, അങ്ങനെ വേണമെങ്കിൽ ചെയ്ത്. അപ്പൊ എത്ര ദിവസം അങ്ങനെ പിടിക്കും? അതൊരു ഒരാഴ്ചക്കുള്ളിലൊക്കെ ചെയ്ത് കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ്. ഇനി ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ കാണുന്നത് മൊത്തം ചെയിന് മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇനി ലോക്കറ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റിൽ തന്നെ അതൊരു 400-350 മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലോക്കറ്റുകളുണ്ട്. ഇവിടെ പണിക്കൂലിയൊക്കെ എങ്ങനെയാ? എല്ലായിടത്തും പറയണ്ടേ പണിക്കൂലി കുറവാണ്. പണിക്കൂലി പണിക്കൂലി മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ലോക്കറ്റ് മാത്രമല്ല, നമുക്ക് റിങ്സും ഉണ്ട്. ഇതൊക്കെ റിങ്ങുകളാണ് കേട്ടോ. ഇതൊക്കെ ആണുങ്ങൾക്കുള്ളതാണ്, അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കുള്ളതും ഉണ്ട്. എല്ലാവർക്കും സ്വർണത്തിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമല്ലോ. അതായത് തങ്കം 916. ഇപ്പൊ എന്താ പുതിയത് എന്തോ ഹൈഡ്രോൾ ഇപ്പൊ അതും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ 916 മാറി 916 തന്നെയാണ്. അതിൽ സെയിൽ കൂടി HUD എന്ന് പറഞ്ഞൊരു സെയിൽ കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ വെറൈറ്റികൾ ബാംഗിൾസിന്റെ കൂടെ എനിക്ക് ഇവിടെ ഒരു ലോക്കറ്റും കൂടി കാണിക്കാനുണ്ട്. നല്ല വെറൈറ്റി ലോക്കറ്റ്സ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള മോഡൽസ് ഒക്കെ തന്നെ, പക്ഷെ മറ്റുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇത് കൂടാണ്ട് വേറെയും കുറെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നെക്ലസ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരാൾക്ക് നെക്ലസ് കൊടുക്കുന്നുണ്ട്, ഒരാൾക്കല്ല, വേറെയും ഉണ്ട് സമ്മാനങ്ങൾ. അപ്പൊ ഞാൻ ആദ്യം ഒരാൾക്കാന്ന് വിചാരിച്ച ഇപ്പൊ ധമാക്ക. അപ്പൊ എത്ര ആൾക്കുണ്ട്? 3 പേർക്കുണ്ട് സമ്മാനം. പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഉണ്ടാവും. അതെ, ആരും പർച്ചേസ് ചെയ്യാൻ വന്നവർക്ക് എല്ലാവർക്കും സമ്മാനം. അത് പിന്നെ എല്ലായിടത്തും ഉണ്ട്, ഒരു ഗ്ലാസ് ഒന്നിച്ചപ്പോ. പക്ഷെ നെക്ലസ് എന്ന് പറയണത് അതൊരു സംഭവം. അതിനോടൊപ്പം ഈ 3 ആൾക്കും നെക്ലസ് ആണോ എങ്ങനെയാ? അല്ല, ഉദ്ഘാടകൻ തെരഞ്ഞെടുക്കാനായിട്ട് കൂപ്പണൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. കൂപ്പൺ പൂരിപ്പിച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ഉദ്ഘാടകൻ. ഒന്നുകൂടി ക്ലിയർ ആക്കിയാ പറഞ്ഞത് എന്താ സംഭവം? അതായത് കൂപ്പൺ പുറത്ത് വെച്ചിട്ടുണ്ട്, ഷോപ്പിന്റെ പുറത്ത് കൂപ്പൺ വെച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് ഇട്ട് അന്നത്തെ ദിവസം രാവിലെ 10 മണിക്കാണ് കൂപ്പൺ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ആവുന്ന ആൾക്കാണ് ഉദ്ഘാടകനാകാനുള്ള അവസരം. എന്നുവെച്ചാൽ സെലിബ്രിറ്റി ആവാൻ പറ്റും. അപ്പൊ നമ്മൾ ആരാണ് സെലിബ്രിറ്റി ആവണമെന്നുള്ളത് ഇവിടെ 10 മണിക്ക് വന്നാലാണ് തീരുമാനിക്കാൻ പറ്റുക. അതായത് വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സെലിബ്രിറ്റി ആവാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വന്നാലാണ് നമുക്ക് സെലിബ്രിറ്റി ആവാൻ പറ്റുള്ളൂ. അപ്പൊ സെലിബ്രിറ്റി ആവാൻ എങ്ങോട്ട് വരണം? അരുക്കുറ്റി. അതെവിടെയാ? ആലപ്പുഴ ജില്ല. കേരളത്തില് ആലപ്പുഴ അങ്ങനെയൊക്കെ പറയുന്നത്. കേരളത്തിന് പുറത്ത് കാണുന്നവരുണ്ടാവും. അപ്പൊ ഇത് കേരളത്തില് ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് അരുക്കുറ്റി വടുതലയില് ജമാഅത്ത് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വന്നിരിക്കുന്നത്. രാജധാനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്കൂൾ. അപ്പൊ ഇനി ബസ്സിനൊക്കെ വരണമെന്ന് വെച്ചാൽ ബസ് ഇറങ്ങി കാല് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പിലേക്ക്. ഇനി വണ്ടിയായാലും ഇവിടെ നിർത്തും, ബ്രേക്ക് അടിച്ചാൽ മതി അല്ലെ? എല്ലാ ബസ്സും നിൽക്കും. അപ്പൊ 10 മണിക്ക് ആയതുകൊണ്ട് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അവിടെ ഇവിടെ ഒക്കെ പാർക്ക് ചെയ്തിട്ട് വേണം ഇവിടെ എത്താനായിട്ട്. അപ്പൊ മുൻകൂട്ടി നേരത്തോടെ വരാം. പക്ഷെ വെറുതെ വന്നാൽ പോരാ, വരുന്നേക്കാളും മുന്നേ നിങ്ങൾ അവിടെ പുറത്ത് നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നറുക്കെടുക്കാനായിട്ടുള്ളൊരു പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ പേരും ഫോൺ നമ്പറൊക്കെ കൃത്യമായിട്ട് വല്ല അപ്പുറത്തെ വീട്ടിലത്തെ ഫോൺ നമ്പറൊന്നും എഴുതി വെക്കുക. അവരവരുടെ തന്നെ ഫോൺ നമ്പറും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ട് അതിൽ ബോക്സിൽ ഇടാം. എന്നിട്ട് 10 മണിക്ക് ശനിയാഴ്ച. ഏത് ശനിയാഴ്ച? 13-ാം തീയതി. ഏപ്രിൽ 13-ാം തീയതി 10 മണിക്ക് കൃത്യം നറുക്കെടുക്കും. ആ നറുക്കെടുക്കുന്ന ആൾക്ക് രാജധാനി. അപ്പൊ രാജധാനിയിൽ എന്ത് ഇനോഗ്രേഷൻ? അപ്പൊ ഇവിടെ ഓൾറെഡി കടയുണ്ട്. പിന്നെ എന്ത് ഇനോഗ്രേഷൻ? ഇതാണ് റീ ഓപ്പണിംഗ് ആണ്. അങ്ങനെ പറഞ്ഞു വലുതാക്കി. അതാണ് നമുക്ക് റിനോവേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കാണുന്ന ഷോറൂമിനേക്കാളും കുറച്ചുകൂടി വലിയ ഷോറൂം ആക്കാനാണ്. അതുപോലെ തന്നെ ഫ്രണ്ടും അതൊക്കെ റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
13-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് വെച്ചാൽ ഇനോഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇനോഗ്രേഷൻ ചെയ്യണത് വേറെ ആരുമല്ല, നമ്മളിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഇനോഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഒരു നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നാട മുറിക്കാൻ സ്വർണം മേടിച്ച് പോവുക അല്ലേ? അതെ. അപ്പോൾ അവർക്ക് സെലിബ്രേറ്റ് ആവാം. അതിനോടൊപ്പം വീഡിയോ സ്റ്റാറ്റസ് ഇടുന്നവർക്ക് നമ്മളൊരു ഇനോഗ്രേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാറ്റസ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമുണ്ട്. അതെങ്ങനെയാ സ്റ്റാറ്റസ് ഇടാന്ന് പറയുക? അത് വാട്സപ്പ് സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാലും മതി. നിങ്ങൾക്ക് അയച്ചു തരണം സ്റ്റാറ്റസ് ഇട്ടിട്ട്. അതായത് ഒരാൾക്ക് എങ്ങനെയാ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമുണ്ട്. ഓക്കെ. അപ്പൊ ഈ വീഡിയോ എങ്ങനെ കിട്ടും ഞങ്ങൾക്ക്? വീഡിയോ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഫോൺ നമ്പർ 7994990166. സ്റ്റാറ്റസ് ഇടുന്നവർ, ആവശ്യമുള്ളവർ, താല്പര്യമുള്ളവർ, ആ വീഡിയോ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തരും. ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസ് ഇടണം. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഈ സെയിം ഫോൺ നമ്പറിലേക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അതെന്നാ നറുക്കെടുക്കുക? 13. അത് ഇതിന് 13 മെയ് 13 ഒരു ദിവസം നടത്തുന്നത്. മെയ് 13 എന്ന് പറയുമ്പോൾ ഒരു മാസം ഒന്നും ഞങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റൂല. ഒറ്റ ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു മാസം വരെ ഞങ്ങൾ അടുത്ത സമ്മാനത്തിന് വേണ്ടിട്ട് നോക്കിയിരിക്കണ്ടേ? അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ പറയേ ഞങ്ങൾക്ക് ഒരു റിങ് കിട്ടണം. ആ റിങ് രണ്ടാമത്തെ ഒരു റിങ് കിട്ടണം. അതെങ്ങനെ കിട്ടാ? എന്നാ പോട്ടെ, ഏപ്രിൽ 13 അങ്ങനെ. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കണ്ടോ, ഞാൻ ഒരു മാസമുള്ളത് നിങ്ങൾക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഏപ്രിൽ മാസമാണ് നടക്കുന്നത്. ഏപ്രിൽ 13 ശരിക്കും ഇവരുടെ ഇനോഗ്രേഷൻ ഡേറ്റ് വരുന്നത്. 10:30 സമയം വരുന്നത്. അപ്പൊ 10 മണിക്കാണ് നറുക്കെടുപ്പ്. ഇനിയിപ്പോ നറുക്കെടുപ്പിന്റെ ആരൊക്കെയാണ് ഇനോഗ്രേഷൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആൾക്ക് വിന്നർ ആവുന്നവർക്ക് ഒരു നെക്ലസ് കിട്ടും. അത് കൂടാണ്ട് 2 ആൾക്കും കൂടി സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 ആൾക്കുള്ള സമ്മാനത്തിൽ ഒരാൾക്ക് അടുത്ത ആൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സ്റ്റാറ്റസ് ഇടുക. സ്റ്റാറ്റസ് ഇടുന്നത് മെയ് 12 സ്റ്റാറ്റസ് ഇട്ടിട്ട് 13 വരെ ആ സ്റ്റാറ്റസ് എനിക്ക് കാണണം. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നിൽക്കണം. ഏപ്രിൽ ഞാൻ വീണ്ടും മെയ് പറഞ്ഞു കണ്ട. ഏപ്രിൽ 12 തൊട്ട് ഏപ്രിൽ 13 വരെ ആ ഒരു സ്റ്റാറ്റസ് കാണണം. എന്ന് വെച്ചാൽ ഒരു ദിവസം മൊത്തം ആ ഒരു സ്റ്റാറ്റസ് നിൽക്കണം. 13 ആകുമ്പോഴേക്കും എന്ന് വെച്ചാൽ അതിന് മുന്നേ 12 രാത്രി ആകുമ്പോഴേക്കും സ്ക്രീൻഷോട്ട് വഴിക്ക് അയച്ചു കൊടുത്ത് തുടങ്ങിക്കോ. അപ്പോൾ തന്നെ നമുക്ക് 13 നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ ആർക്കാണ് എന്താ സമ്മാനം? ഒരു ഡയമണ്ട് റിംഗ്. അപ്പൊ എനിക്ക് നെക്ലസ് വേണ്ട സ്വർണത്തിന്റെ, എനിക്ക് നാടിന് മുറിക്കണ്ട, എനിക്ക് ഡയമണ്ടിന്റെ റിങ് മതി അല്ലെ? അപ്പൊ അത് ഇനി ഒരാൾക്കും കൂടി സമ്മാനം ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴി കാണാം. അപ്പൊ അതിന് മുന്നേ കുറച്ചുകൂടി കളക്ഷൻസ് നമ്മുടെ ഇവിടുത്തെ എന്താണ് വെറൈറ്റി നമുക്ക് നോക്കിയാലോ. പിന്നെ തിരക്കുണ്ട്, തിരക്കിന്റെ ഇടയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ചേച്ചിമാര് സോറിട്ടോ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്നു. ചേച്ചിമാരൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തിക്കാണ്, കാരണം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞോ? എന്തോ ഒന്നും മിണ്ടാത്ത കഴിഞ്ഞതാണ്. അപ്പോൾ അവർ വെയിറ്റിംഗ് ആണ് ബില്ലിങ്ങിന് വേണ്ടിയിട്ട്. ഇനി എന്താണ് ഇവിടുത്തെ വേറെ വെറൈറ്റി? ഇനി വരുന്നത് ലൈറ്റ് വെയിറ്റിൽ തന്നെ ബാംഗിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ ബാംഗിൾസ് ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണ്. ആദ്യം വെയിറ്റ്ലെസ് ഇല്ല, ഒരു ഇതൊക്കെ ഈ ടൈപ്പൊക്കെ ഒരു 3 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 3 ഗ്രാം തൊട്ട്. ഓക്കെ. ഒറ്റ കമ്പി വളകൾ അങ്ങനെയൊക്കെ അല്ലേ? അത് കൂടാണ്ട് വളകൾ ഇഷ്ടംപോലെ ഉണ്ട്. കുട്ടികളുടെ വളകൾ വരെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ വളയ്ക്കൊന്നും ഒരു ക്ഷമല്ല. ഏത് മോഡൽ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് കൂടാണ്ട് നമുക്ക് ചെറിയ ചെറിയ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകൾ, ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളതാണോ? വലിയവർക്കും യൂസ് ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും യൂസ് ചെയ്യാം. വലിയവർക്കും യൂസ് ചെയ്യാം, ചെറിയവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഒക്കെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന നല്ല നല്ല ഇയറിങ്സ് ആണ് കേട്ടോ. അതിലിപ്പോൾ സ്റ്റഡ് ഉള്ളതുണ്ട്, റിങ്സ് ആയിട്ടുള്ളതുണ്ട്, ഇങ്ങനെ വീണ എടുക്കണ ഹാങ്ങിങ് ആയിട്ടുള്ളതുണ്ട്. എങ്ങനത്തെ മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഒരുപാട് വെറൈറ്റീസിന് മുകളിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഇയറിങ്സ് ആണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുൾ കാണുന്നത്. അതിൽ ജിംക്കി ഉണ്ട്, നോർമൽ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പല പല മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ. പറയൂ, ഇത് എൻ്റെ കടയില്ല കേട്ടോ, ഞാൻ പറയില്ല. ഇനി പറയാം, ഇവിടെ എന്താ വേറെ വെറൈറ്റി പറയോ? ഇതൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേന്ന് അറിയോ? രാജധാനിയിൽ വന്നാൽ മതി. അപ്പൊ രാജധാനി ആലപ്പുഴയിലാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് റിങ്സുകൾ വരുന്നത്. റിങ്സിൽ ഇതൊക്കെ പെണ്ണുങ്ങൾക്കുള്ള ആണുങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത്. പെണ്ണാണെന്നൊന്നുമില്ല, റിങ്സ് ഇടണമെന്ന് തോന്നിയാൽ അപ്പൊ പോകുന്നു ഇങ്ങോട്ട് രാജധാനി വടുതല എന്ന് പറയണത് വീണ്ടും പറയാട്ടോ. എറണാകുളത്ത് വടുതലയുണ്ട്, ആലപ്പുഴയിൽ 2 വടുതല അങ്ങോട്ട് ഉണ്ട്. അതില് ആലപ്പുഴ അരുക്കുറ്റി വടുതലയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കിയാലോ. ഇതൊക്കെ ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണോ?
എങ്ങനെയാണ്? ഇത്തിരി ഹെവിയാണ്. ഇത് ഇത്തിരി ഹെവിയാണ്. അപ്പോൾ ഹെവി ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര ഇതിൽ പവനിൽ വേണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട് അല്ലാതെ ഇവിടെ കിട്ടും. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇത് പാത്സരല്ലേ? അതെ അതെ. പാത്സരം, അതുപോലെ തന്നെ കമ്മൽ, ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് കേട്ടോ ബ്രൈഡലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബ്രൈഡിന് ഇനിയിപ്പോൾ ഒരു വളയും കൂടി ആയി കഴിഞ്ഞാൽ സെറ്റായി. ഇത് കൂടാണ്ട് ഇവിടെ വെള്ളിയും ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളിയുണ്ട്. വെള്ളിയുടെ ഇവിടെ ഓർണമെന്റ്സ് ഉണ്ട്. വെള്ളിയിൽ ഇവിടെ പാത്സരം ഇവിടെ പുറത്താരും എടുത്ത് മേടിക്കണ കണ്ടു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ച പാത്സരം ഉണ്ടോന്നുള്ളത്. വെള്ളി പാത്സരമായിട്ട് മാത്രമേ ഉള്ളൂ? അല്ല, അരിഞ്ഞാണം ഉണ്ട്, പാസറുണ്ട്, സ്റ്റഡ് ഉണ്ട്, റിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ സിൽവറിൻ്റെ ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ. അതാ ബിച്ചി, അതുപോലെ തന്നെ എന്താ പാദസരം, അങ്ങനെ ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എന്തെടുത്താലും അഷ്യൂർഡ് ഇവിടെ ഗിഫ്റ്റ് ഉറപ്പാണ് കേട്ടോ. അത് നമുക്ക് പറഞ്ഞ ഡിസൈനിൽ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. 5.5 ഇഞ്ചിൻ്റെ ഉണ്ട്, 6.5 ഇഞ്ചിൻ്റെ ഉണ്ട്, 7.5 ഇഞ്ചിൻ്റെ ഉണ്ട്. അങ്ങനെ ഇഞ്ചുകളുടെ വ്യത്യസ്തമായിട്ടുള്ള പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് വരുന്നത്. കളക്ഷൻസ് ഇപ്പോൾ ഗോൾഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ എടുത്ത് കാണിക്കില്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇവിടെ പണിക്കൂലി കുറവിൽ ലൈറ്റ് വെയിറ്റിൽ ഓർണമെന്റ്സ് കിട്ടും. അത് ഗോൾഡിന്റെ തങ്കം, പണിക്കൂലി കുറവ്. അതെന്നെ കേൾക്കുമ്പോൾ ഒരു സമാധാനം, സന്തോഷം. ഇതാരും എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതിപ്പോ ചെയിൻ എടുത്ത് വെച്ചത് ഒരു കസ്റ്റമർ. ഞാൻ എടുത്തോട്ടെ. ഗോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ എത്ര ഗ്രാം വരും ഏകദേശം? ഇതിലിങ്ങനെ വെച്ചാലാണ് അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ എത്ര ഇത് വരും? ഇത് 1.5 ഗ്രാമിൽ. ഇത് 1.5 ഗ്രാമിലാണ് കേട്ടോ ഈ ഒരു ചെയിൻ വരുന്നത്. അതിന് കൂടെ ഈ ഒരു ലോക്കറ്റ് വിരിക്കണ്ടായിരുന്നു. ഇതാരോ എടുത്ത് വെച്ചിട്ട് ഉള്ളതാട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് സ്ട്രോങ് ആണ്. ഇത് ഭയങ്കര ഇതിൻ്റെ ഏതൊക്കെ തരം പണികളാണ്? ഇപ്പം ഇത് ഏത് പണിയാ? ഇത് ബോക്സ് ചെയിൻ എന്ന് പറയും. എന്ത്? ബോക്സ് ചെയിൻ. അപ്പോൾ ഇതിൻ്റെ ഇതാരും എടുത്ത് വെച്ചാൽ ഇവിടെ ആ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുട്ടീനെ നമുക്കൊന്ന് ഇട്ട് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത്. ഭംഗിയുണ്ട്. ഇഷ്ടപ്പെട്ടാ? സെറ്റായാ? വിത്ത് ലോക്കറ്റ്, ലവിൻ്റെ ചിഹ്നമുള്ള ലോക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കുട്ടിക്ക് ഇട്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ പാസരം ഇരിക്കണം കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് ഒരാൾക്കും കൂടി സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടാണ്ട് ബാക്കി എന്ത് മേടിച്ചാലും എല്ലാവർക്കും സമ്മാനം ഉണ്ടെന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും സമ്മാനം. അത് ഇപ്പോൾ എല്ലാ കടയിലുണ്ട്. പക്ഷെ 3 ആൾക്കുള്ള ഗിഫ്റ്റ്. ഇനി അതിൽ ഒരാൾക്കും കൂടി ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ? അത് ഏപ്രിൽ 13 തൊട്ട് മെയ് 13 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 1 പവൻ്റെ ഒരു നെക്ലസ്. 1 പവൻ്റെ നെക്ലസ്. ഞാൻ ഞെട്ടി. ഇനി പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാമിൻ്റെ ആയാലും മതി, 1 ഗ്രാം ആയാലും കുഴപ്പമില്ല. എത്ര വെയിറ്റ് ഒന്നുമില്ല. പർച്ചേസ് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്. ഇന്ന് ഏപ്രിൽ 13 വിചാരിക്കും. ഞാൻ ഇവിടുന്ന് 1 ഗ്രാമിന്റെ എന്തെങ്കിലും മേടിച്ചു കൂട്ടാ. നറുക്കെടുപ്പിൽ എന്റെ പേര് ഇടും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിന് വേറെ സെപ്പറേറ്റ് ബോക്സ് വെക്കുക. അപ്പൊ ഏപ്രിൽ അപ്പൊ അടിപൊളി ധമാക്കകളാണ്. അപ്പൊ ഈ ഞാൻ പ്രാർത്ഥിക്കാട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല നല്ല നെക്ലസും. അപ്പൊ എത്ര നെക്ലസ് ഒക്കെ ഉണ്ട്? 2 ആൾക്ക് നെക്ലസ്. ഒരെണ്ണത്തിന് പിന്നെ നമുക്ക് നറുക്കെടുപ്പില് അതില് ഇനോഗ്രേഷൻ അത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് എന്തായാലും ഉണ്ട്. പിന്നെ ഒരു ഡയമണ്ടിന്റെ റിങ്. പിന്നെ ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ നറുക്കെടുപ്പ് ആരും എടുക്കാം? അത് നമ്മൾ അപ്പോഴേ തീരുമാനിക്കുള്ളൂ. ആളെ തീരുമാനിച്ചിട്ടില്ല. അത് 1 മാസം സമയമുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ വന്നാലോ? തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി പുതിയ കട തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് തന്നെ വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നുന്നല്ലോ അല്ലെ? ഇപ്പൊ ഇങ്ങനെ വിളിച്ചാലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്നും വേണ്ട. ചിലപ്പോൾ ഇനോഗ്രേഷൻ ചെയ്ത ആളായിരിക്കും. ചിലപ്പോൾ ആ ഒരു നറുക്കെടുപ്പിന് ക്ഷണിക്കുന്നതായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. 1 മാസത്തെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. അപ്പൊ മുൻകൂട്ടി വരാം. അപ്പൊ അഡ്രസ്സ് വീണ്ടും പറയാം. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? കറക്റ്റ് ആയിട്ട് അരുക്കുറ്റി വടുതല എന്ന് പറയുന്ന സ്ഥലത്ത് ജമാഅത്ത് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇവിടെ 2 ആൾ ഇരിക്കുന്നുണ്ട്. അവരെന്തായി എടുത്ത് കഴിഞ്ഞാൽ എന്താണെന്നൊന്ന് ചോദിച്ചറിയട്ടെ. അയ്യോ ഞങ്ങളെ ക്യാമറയിൽ കാണിക്കില്ലേ? അതെല്ലാരും പറയണത്. നമുക്കത് വേണ്ട. എന്താണ് എടുത്താ? ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അതെ. ഫ്രണ്ട് ആണോ? ഫ്രണ്ട് ആണോ ചോദിച്ചാൽ ഹരിപ്പാട്. എവിടെന്നാണ്? അത് ഇവിടെ ദൂരാണോ? കുറച്ച് ദൂരമുണ്ട്. ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അവിടുന്നാണോ ഇവിടേക്ക് വരുന്നത്? ഇവിടെ തന്നെയാണോ സ്ഥിരം വരാറ്? എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ലൈറ്റ് വെയിറ്റ്, പിന്നെ ഇക്കായിട്ട് നല്ല ബന്ധമാണ്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല കോപ്പറേറ്റീവ്, നല്ല ഇതാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എന്താ പേര്? ഇതുപോലെ തന്നെ സംസാരിക്കാൻ ആർക്കാ എടുക്കാൻ വന്ന? എന്താ എടുക്കാൻ വന്നത്? എന്താ
എടുത്തതാണ് കടയാണ്? അല്ലല്ല പേഴ്സണലായിട്ട് എടുത്തു പോകുന്ന സാധനങ്ങൾ. അതെന്താ എടുത്തതെന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ചിലപ്പോൾ ഗേൾ ഫ്രണ്ടിനുള്ളതായിരിക്കാം, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അല്ല പറയാൻ പറ്റില്ല, ജി ഗേൾ ഫ്രണ്ട് അവിടെ ഇരുന്നിട്ട് കാണില്ല. സോറി കേട്ടോ. അപ്പൊ ഇവിടുത്തെ തിരക്ക് കൂടുതലാണ്, പക്ഷെ കളക്ഷൻസ് കാണിക്കാൻ പറ്റിയില്ല എന്നാണ് വേണമെങ്കിൽ പറയാം. പക്ഷെ കളക്ഷൻസ് എനിക്ക് കാണിക്കില്ല. അപ്പൊ ഈ മൈക്ക് ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമറായിട്ട് ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട്, സ്റ്റാഫായിട്ട് ഒന്ന് സംസാരിക്കാം. ഇവിടെ കുറച്ച് കളക്ഷൻസ് കൂടുതലൊന്നും എനിക്ക് കാണിച്ചു തരുമോ ഡീറ്റെയിൽ ആയിട്ട്? ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ളത്? മുതലാളി ആയ കാരണം മുതലാളിക്ക് വോയിസ് ഇല്ല. ഞങ്ങൾ പറയാം, കാരണം ഞങ്ങളല്ലേ ഇവിടെ നിൽക്കണത്, കൂടുതൽ സമയം ഞങ്ങളാണ് ഇവിടെ ചെലവഴിക്കണത്. അതെ, അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ശരിക്കും ഈ രാജധാനി അല്ലെങ്കിൽ എന്താണ് പേര്? രാജധാനി ജ്വല്ലറി. എന്താണ് ഇവിടെ മെയിൻ ആയിട്ട്? ഗോൾഡ് വെച്ചാൽ ഇവിടെ വരുന്നത് സാധാരണക്കാരാണ് കൂടുതലായിട്ടും. അപ്പൊ ഇതൊക്കെ വെച്ചാൽ ഇപ്പൊ ഒരു ലെയർമാലയാണിത്. ഈ ലെയർമാല 3 ഇത് ഇങ്ങനെ കയ്യിൽ പിടിക്കണേക്കാളും നല്ലത് എന്റെ മേത്ത് വെക്കണതല്ലേ? ഞാൻ ചെയ്തു തരണല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പൊ അതിനേക്കാളും സുഖം. ഇനി കല്യാണ ചക്കര വേണമെന്ന് പറയാം അപ്പുറത്ത്. ഇത് വേണ്ട, ഡേഞ്ചർ ആയിട്ട്. ഇതിപ്പോ കട്ട് ലെയറാണ്. ഒരു നല്ലൊരു 30 പവൻ എടുക്കാൻ വരണവർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. എന്നുവെച്ചാൽ ഇവിടെ വരുന്ന സാധാരണക്കാരാണ്. ഇതൊരു ഗ്രാമമാണ്. അപ്പോൾ കൂടുതൽ ഉപയോഗിച്ച ഇതേപോലെ പൊലിച്ചത്തിൽ കഴുത്ത് നിറച്ച് കിടക്കുന്ന വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റിയിട്ട് തൽക്കാലം 2 പവൻ വരുന്ന അതേ 3 ലെയറിന്റെ ഈ നെക്ലസ് ഒന്ന് വെച്ച് നോക്കാം. 2 പവനോ? 2 പവൻ. ഇത്? അതെ. അപ്പൊ ഈ നേരത്തെ കാണിച്ചത് എത്ര പവനാണത്? അപ്പൊ രണ്ടും തമ്മിൽ എന്തൊരു വ്യത്യാസമുണ്ട്. ഡെയിലി യൂസ് പറ്റില്ല, എന്നാൽ കഴുത്ത് നിറയും. കല്യാണത്തിന് ഒന്ന് അടിപൊളിയായിട്ട് നടക്കണം, നമുക്ക് അതാണ് മെയിൻ. അപ്പൊ ഇത് അത്യാവശ്യം കഴുത്ത് നിറഞ്ഞു. അതെ. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ രാജധാനി വരണം. അപ്പൊ രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ സെയിം സംഭവം തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റിലാക്കി തരുന്നതായിരിക്കും. നമുക്ക് എന്ത് ഡിസൈൻസ് നിങ്ങൾ പോളിച്ചിൽ പറയുകയാണെങ്കിൽ അത് നമുക്ക് നല്ല ഇതേ സാധനം തന്നെ 2 ലെയറിൽ 10 ഗ്രാമിൽ നമ്മൾ തരാം, 1.25 പവനിലും തരാം. ഇതേ സെയിം? അതെ. ഒന്നുകൂടി പറഞ്ഞേ. 1.25 പവനിലും തരുന്നതായിരിക്കും. 1.25 പവന്റെ ഹൗസ്. ഇത് 2.5. അതെ. അടിപൊളി. ഇനി എന്താണ് വെറൈറ്റി? ഇത് നോക്കും, മുല്ലമട്ട്. ഇത് കട്ടിയാണ്. ഇതും ഒരു 2.5 പവന്റെയാണ്. ബാക്ക് ചെയിൻ കൂടി വരുമ്പോൾ 2 ഗ്രാം കൂടി കൂടും. ഇതില്ല, നമുക്കിപ്പോൾ പൈസ ഇല്ല എങ്കിൽ ഇത് 3/4 പവനാണ്. ഇത് 3/4. ഇത് ഒരു 1 പവനാകുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ, ഇതിപ്പോൾ ചേർന്ന് നടക്കുന്ന രീതിയിലല്ലേ, കുറച്ചുകൂടി ലെങ്ത്തിൽ പൊള്ളയായിട്ട് തന്നെ കിട്ടും. എന്നുവെച്ചാൽ ഇതിലും കനം കുറച്ച് കിട്ടും. നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് കൂട്ടി കുറച്ച് അങ്ങനെ ചെയ്ത് തരാൻ പറ്റുന്നല്ലേ? ഇതും അതില് 3/4 പവനില് അല്ലേ? അത് മാത്രമല്ല, അത് കാശുമാല എങ്ങനെയാണെങ്കിലും 4 പവനൊക്കെ വേണ്ടേ? ഇതിപ്പോ ഒരു 2 പവനൊക്കെ ഉണ്ടെങ്കിലാണ് കിട്ടുക. ഇതൊരു 3/4 പവനിൽ താഴെ ഉള്ളൂ. എന്നാൽ കാണാനും ഭംഗിയായിരിക്കും. സ്റ്റോൺലെസ്സും ഉണ്ട്. രണ്ടും ഉണ്ട്. ഏത് സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതുണ്ട്, ഡയമണ്ടും ഉണ്ട്. അതെ. അപ്പൊ വെറൈറ്റികൾ ഉണ്ടെന്ന്. ഏതാണ് മുതലാളി ആകുമ്പോ സംസാരിക്കില്ല, അവര് കാശെണ്ണം മാത്രം ഇരിക്കണം എന്ന് പറഞ്ഞ് വെറുതെ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ലൈറ്റ് വെയിറ്റില് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് ഇത് 1.5 ഗ്രാമിന്റെ ചെയിനുകളാണെന്ന് പറഞ്ഞു. ഇത് 300 മില്ലി തൊട്ടുള്ള ലോക്കറ്റുകളാണ്. ഈ പെൻഡന്റ് ഇല്ല എങ്കിൽ അത്രയും കൂടി വെയിറ്റ് കുറയുകയും ചെയ്യും. പിന്നെ 200 മില്ലി തൊട്ടുള്ള ലോക്കറ്റുകൾ, അത് ഏത് സ്റ്റോണോ ഏത് കളർ വേണോ പേൾ വേണോ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 200 മില്ലി? 200 മില്ലി. ഇപ്പൊ ഇനി സാധാരണ നമ്മള് കുട്ടിക്ക് വള കൊടുക്കാന്ന് പറയുമ്പോഴേക്കും നമുക്ക് 2 ഗ്രാം മോതിരൊക്കെ ആകുമ്പോഴത്തേക്കും 100 മില്ലി അല്ലെങ്കിൽ 200 മില്ലി എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞു മോതിരല്ലേ കൊണ്ട് കൊടുക്കണം. ഇതാകുമ്പോൾ ഷെയിം വിചാരിക്കേണ്ട, സ്റ്റാൻഡേർഡും ആണ്, ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ? ഇഷ്ടമുള്ള ഒരേ മോഡലിൽ തന്നെ പുള്ളി ചെയ്തില്ല. നമ്മൾ ഏത് സ്റ്റോൺ വേണോ ആ സ്റ്റോൺ വെച്ചിട്ട് ഏത് മോഡൽ, ഏത് ഫ്ലവർ വേണോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വേണോ ഏതാണോ അതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് സ്വർണത്തിന് സ്വർണം ഗിഫ്റ്റ് കൊടുക്കും ചെയ്യാം. സ്റ്റാൻഡേർഡും ആയിരിക്കും. എല്ലാരും വില കുറച്ച് കാണണ്ട. അതെ, എല്ലാരും കൊടുക്കുമ്പോ എന്താ 100 മില്ലിയുടെ 200 മില്ലിയുടെ ഒരു മോതിരം കൊടുത്ത് അവിടെ പരിപാടി അവസാനിപ്പിച്ചു. പക്ഷെ അതല്ല, വെറൈറ്റികളുണ്ട്. അപ്പൊ 100 മില്ലിക്കും നമുക്ക് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന. ഇനി എന്താണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത? ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോ ആദ്യം തന്നെ മനസ്സിൽ ഓടി വരേണ്ടത് നമ്മുടെ രാജധാനി ആയിരിക്കണം. അതെ, അത് വഴുതല ഷോപ്പ് നമുക്ക് പള്ളുരുത്തിലും ഉണ്ട്. പള്ളുരുത്തിൽ ഇതുപോലെ തന്നെയാണ്. പള്ളുരുത്തി ഷോപ്പ് ഉണ്ട്. ഇപ്പൊ റീ ഓപ്പണിങ് ഇവിടെയാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയാത്തത്. ഇതൊന്നും മുതലാളി പറഞ്ഞില്ലല്ലോ. പള്ളുരുത്തി വെളിയിലും നമ്മുടെ ഇക്കയുടെ തന്നെ ഒരു ഷോപ്പ് കൂടി ഉണ്ട്. രണ്ടും? അതെ, പള്ളുരുത്തി വെളിയിലെയും വടുതലയും. അപ്പൊ അവിടുത്തെ ഈ സെയിം ഓഫർ അവിടെ തന്നെ ഉണ്ടോ? ഇങ്ങനെ ഈ ഇനോഗ്രേഷന്റെ പരിപാടി, നറുക്കെടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല.
ഇല്ല. നമുക്കറിയില്ല. ഇത് ഇവിടെ തന്നെയുള്ളൂ. പക്ഷെ 2 ഷോപ്പുണ്ട്. 2 ഷോപ്പിൽ പോയാലും നമുക്ക് ഈ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ അത് 2 സ്ഥലത്തും കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനെ കുറിച്ച് എന്താ പറയുക? ഇതിപ്പോ ഈ സ്റ്റോൺ വെച്ച് ഈ സ്റ്റഡ് തന്നെ, ഈ സ്റ്റഡ് റെഡി വരുന്നതാണ്. അതായത് സ്റ്റോൺ റെഡി എടുക്കുമ്പോൾ സ്റ്റോൺലെസ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ 1 ഗ്രാം വരും ഇതിന്റെ ജോഡി വെയിറ്റ്. ഈ സ്റ്റോണിന്റെ രണ്ടും കൂടിയിട്ട് 1 ഗ്രാം വരും. എന്നാൽ ഇത് കൊടുക്കുമ്പോൾ ഈ കല്ല് അങ്ങ് കുത്തിക്കളയും ചിലപ്പോൾ 1/2 ഗ്രാം ഗോൾഡേ ഉണ്ടാവുള്ളൂ. പകരം നമുക്ക് ഇങ്ങനെ സ്റ്റോൺ വെച്ച സാധനങ്ങൾ നമുക്ക് ഓർഡർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്രാം ഗോൾഡ് തന്നെ അല്ലെങ്കിൽ 1/2 ഗ്രാമിൽ തന്നെ ഗോൾഡ് വരുന്ന രീതിയിൽ ആ സാധനം ഇവിടെ ചെയ്ത് കൊടുക്കും. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൽ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നഷ്ടം നല്ല പറ്റിച്ചു എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. ഓഹോ, അപ്പൊ അതില് വെറൈറ്റികൾ ഉണ്ടെന്നല്ല. അപ്പൊ ഏത് നമുക്ക് കല്ല് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ നമുക്ക് കല്ല് ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഗോൾഡിന്റെ തൂക്കം കറക്റ്റ് ആയിക്കൊണ്ട് ഇവിടെ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വെറൈറ്റികൾ ഉണ്ട്. ഇതൊക്കെ എവിടെയാ പുറത്ത് വെച്ച്? ഇനി എന്താണ്? ഇനി കല്യാണ പാർട്ടിക്കാണെങ്കിൽ ഈ വളകളെല്ലാം അരപ്പവും വീതമാണുള്ളത്. ഇത് നല്ല വലിയ അളവ്, ഒരു 2.7 സൈസിലൊക്കെ അരപ്പവല് കാണാൻ വെളിച്ചത്തിൽ ഉള്ള വളകളാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസ് കല്യാണ പാർട്ടികൾക്ക് ഡെയിലി യൂസ് വെച്ചാൽ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് പറ്റില്ല. അല്ലാത്തവർക്കാണെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെയിലി യൂസിനും പറ്റുന്ന വളകളാണ്. അത് പിന്നെ ഇതിപ്പോ ഈ കനം കുറഞ്ഞത് നോക്കണ്ട കേട്ടോ. ഇത് കനം കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പൊ അങ്ങനെ കൂട്ടിയിട്ടും കുറച്ചിട്ടുള്ളതാണ് ഇവിടെ കുറച്ചിട്ട് ഇരിക്കുന്നത്. കുറച്ച് നല്ല കനം കൂടിയ ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ. പക്ഷെ അത് കാണുമ്പോൾ കനം കൂടിയതായാലും അത്ര വെയിറ്റ് ഉണ്ടാവില്ല അതിനല്ലേ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. കമ്മലിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ മോതിരം ഇപ്പൊ നമ്മൾ തൂക്കുവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് അടക്കം നമുക്ക് 1,280 ഒക്കെ വരും. ഇതാ വെയിറ്റ് അടക്കം 1,280. എന്നാൽ ഇതിന്റെ കറക്റ്റ് 1 ഗ്രാമിലുള്ള റിംഗ് ആണിത്. കാരണം ഇവിടെ ചെയ്യുന്നതാണ് തൂക്കം. ഇപ്പൊ റെഡി വരുന്ന സാധനങ്ങൾ നമ്മൾ ഓടിപ്പോയി ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ 1,280 റേറ്റ് അവിടെ കൊടുക്കണം. കാരണം സ്റ്റോൺലെസ് ഉണ്ടാവില്ല, ഗോൾഡ് റേറ്റിൽ തന്നെ അത് പോകും. പക്ഷെ ഇത് 1 ഗ്രാമിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് 1 ഗ്രാമിന്റെ ക്യാഷ് വരുള്ളൂ. സ്റ്റോൺ പ്രൈസ് 100 രൂപയാണെങ്കിൽ ആ 100 രൂപ കൂടി അഡീഷണൽ വരുള്ളൂ. അല്ലാതെ സ്റ്റോൺ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ആ 1 ഗ്രാമിന്റെ ക്യാഷ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അപ്പൊ സ്റ്റോണിന്റെ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അങ്ങനെയും ചെയ്ത് തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ സ്റ്റോൺ ഇവിടുന്നായാലും നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പൊ ആ സ്റ്റോണിന്റെ പൈസ എങ്ങനെയാ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ആ രീതിയിൽ. ഇനിയിപ്പോ കല്യാണ പാർട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ചെയ്ത് ആണെങ്കിൽ അതെ, പാലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചുട്ടിയും ചെയിനിന്റെ ചുട്ടിയൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2 ഗ്രാമിൽ ചെയ്യാൻ പറഞ്ഞാൽ ആ ലോക്കറ്റ് ആ വെയിറ്റിൽ തന്നെ ചെയ്തു തരും. അപ്പൊ നിങ്ങളൊരു സമയത്ത് അത് റീഫണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ കൊണ്ടുവരാണെങ്കിൽ കല്ല് കുത്തി കളഞ്ഞാലും 2 ഗ്രാം തന്നെ ഗോൾഡ് അത് ഉണ്ടാവും. നിങ്ങൾക്ക് നഷ്ടമില്ല, നമുക്കും അതിൽ സന്തോഷമുള്ളൂ. കാരണം നമ്മൾ പറ്റിക്കുകയല്ലോ, കറക്റ്റ് ഗോൾഡ് അത്രയും തന്നെ ഉണ്ടാവും. അതെ, പിന്നെ ഇട്ട് തേച്ച് മാച്ച് അതില് 100-200 പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ബാധിക്കണം. റെഡി വരുന്ന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ 2 ഗ്രാം എന്ന് പറയുന്നത് ഒരു 1,200 അല്ലെ 1,700 അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ 2 ഗ്രാമിന്റെ ക്യാഷ് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ ഇനി ഇതില് വെറൈറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ നല്ല വെറൈറ്റികളാട്ടോ. ഈ കാണുന്നതൊക്കെ നല്ല ഇങ്ങോട്ട് വരും. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. നെക്ലസ് ചെറിയ രീതിയിൽ നല്ല ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതിന് ചേരുന്ന രീതിയിലുള്ള കമ്മലുകളും മോതിരം അങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ 1 പവനിലോ 1.25 പവനിലോ നമ്മൾ എത്ര ഗ്രാമാണ് ആഗ്രഹം അല്ല 1/2 പവനിൽ സെറ്റായിട്ട് കമ്മൽ. ഇപ്പൊ വളയിടൽ ചടങ്ങുകൾ ഇവിടെ മുസ്ലിംസ് ആണ് ഈ ഏരിയയിൽ കൂടുതൽ. അപ്പൊ ഇവർക്ക് ഇപ്പൊ വെച്ചാൽ നിശ്ചയം പോലെ തന്നെ ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ് വളയിടൽ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ സാധനം കുറഞ്ഞ വെയിറ്റിൽ കൂടുതൽ സാധനങ്ങൾ ഇടാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഒരു നെക്ലസ് ചിലപ്പോൾ ഒരു കൈലാഞ്ചിയോ അല്ലെങ്കിൽ വളയോ മോതിരോ അങ്ങനെ ഐറ്റം കൂടുതലും വെയിറ്റ് കുറവിലും ആഗ്രഹിക്കുന്നത്. അതുപോലുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രാജധാനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അവരുടെ ബഡ്ജറ്റ് എന്താണ് അത് കണ്ടറിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് ഈ ഒരു രാജധാനി. ഈ വടുതല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കില് അരൂക്കുറ്റി വില്ലേജിലാണ് നമ്മുടെ സ്ഥാപനം. ഇത് വേറെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും സെയിം പേര് തന്നെയാണോ? പേര് സെയിം തന്നെയാണ്, രാജധാനി എന്നുള്ള പേര് സെയിം പേരിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ്. ഇനി വെറൈറ്റി ഉണ്ടല്ലോ, പറയാനുണ്ട് എന്തൊക്കെയോ പറയാനുണ്ട് കുറെ. ഇതുപോലുള്ള നമുക്കിപ്പോ മാല വാങ്ങാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മാലകൾ അതായത് മുത്ത് വെച്ചിട്ട് തന്നെയാണിത്. ഇത് 2 ഗ്രാമാണുള്ളത്. അപ്പോൾ ഈ കൊളുത്തും ഇതുപോലെ കുരുമുളകും വെച്ചിട്ടാണ്. ഒരു പെൻഡന്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 8 പിടി കഴുത്തേ കൂടി കയറുന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ അളവിലോ ഇഷ്ടമുള്ള രീതിയിൽ ചെയിനാക്കി ഇടാം. അപ്പൊ സ്വർണം കൂടുതൽ എക്സ്പെൻസ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ ഒരു പിന്നെ പൈസ നിങ്ങൾക്ക് വരുമ്പോൾ 1 ഗ്രാം കൂട്ടണമെങ്കിൽ കൊണ്ടുവന്നാൽ മതി. നമുക്ക് ആ 1 ഗ്രാം കൂടി കൂട്ടി
നമ്മുടെ കയ്യിലുള്ള പൈസ പോലെ കൂട്ടി കൂട്ടി എടുക്കാൻ പറ്റുന്ന. ഓ അപ്പൊ ഓരോരോ ലെയർ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് നീട്ടം വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ 4 പേള് വെച്ചിട്ടുണ്ട് ഇതില്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ 4 പേളാണെങ്കിൽ നമുക്കിപ്പോൾ വേണ്ട ഇതിന്റെ നടുക്കിൽ ഒരു ഗോൾഡിന്റെ ഇത് കൂടി വെക്കണം എന്ന് വെച്ചാൽ പൈസ ഉള്ള സമയത്ത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പേള് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അതിന് പൈസയും കുറയും. ഇനി ഇവിടുന്ന് വേണമെന്ന് വെച്ചാൽ ഇവിടുന്ന്. അപ്പൊ എങ്ങനെ രീതിയിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന. പിന്നെ നമ്മുടെ കേരളത്തിലത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് സാരി മാല അല്ലെങ്കിൽ താലി ചെയിൻ എന്നൊക്കെ പറയും. അതിൽ ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ നല്ല നല്ല വെറൈറ്റി ചെയിൻസുകൾ ഉണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ ചെയ്യിക്കണം. ഇത് ഒരു 3/4 പവൻ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ട്രെയിൽ വെച്ച് കാണിച്ചു കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ട്രേ ഞാൻ എടുത്തോട്ടെ. ഇതൊക്കെ ഒന്ന് സൈഡിൽ വെക്കണ്ട കേട്ടോ. ഇത് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഗോൾഡിന്റെ ഇത് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മളോട് ചെയ്യുന്നതാണ്. ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് നോക്കാം. വെയിറ്റ് നോക്കൂ. ഇത് 1 പവന്റെയാണ്. ഒരു ചെയിൻ കൂടി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. 2 ചെയിൻ ഉണ്ട്. ഇത് 1 പവനിലെന്ന് പറയുമ്പോൾ 9,420 കാണിക്കുന്നത്. അത് 1.25 പവൻ അടുത്താണ് ഈ കാണിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്റ്റോൺ വെയിറ്റ് ആണ്. നമ്മുടെ ഗോൾഡിന്റെ റേറ്റ് മാത്രമേ ഇവിടെ വാങ്ങുകയുള്ളൂ, അല്ലാതെ ഈ മുത്തിന്റെ കൂടി കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇത് നോക്കി, ഇത് 7,680 580 കാണിക്കുന്നു. പക്ഷെ ഇത് 3/4 പവൻ മാത്രമാണ് എൻ്റെ തൂക്കം. അപ്പൊ ക്യാഷ് വരിക 3/4 പവന്റെ ക്യാഷ് വരുള്ളൂ. അപ്പൊ ഇത് 2 തൂക്കത്തിലുള്ളതും വരുന്നുണ്ട് കേട്ടോ. 2 തൂക്കത്തിലുള്ളത് സെയിം ചെയിൻ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഏത് വേണമെങ്കിലും നോക്കി എടുക്കാന്നല്ലേ. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഗോൾഡ് കൂട്ടണമെങ്കിൽ നീളം വെക്കോ അല്ലെങ്കിൽ രണ്ടാമത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇവിടെ ഈ കുറച്ച് ചെയിന്റെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തന്നെ. നല്ല നല്ല വെറൈറ്റി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ പറയും. ഇത് ഒതുങ്ങിയ ചെയിനാണ്. ഇത് മിന്നിനി ഇത് വെച്ചാൽ വെയിറ്റ് ഇപ്പോ ഇങ്ങോട്ട് വരും. ആ ബ്ലാക്കിൽ വിട്ടാലാണ് അതിന്റെ ഒരു ഭംഗി കാണാം. ഈ ഒരു ഇതിനെ കുറിച്ച് പറയൂ. എന്താ ഇത് മിനി എന്ന് പറയുന്ന ചെയിനാണ്. ഇത് ഇപ്പൊ പണ്ട് താര ചെയിനാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. മിനി ഉപയോഗിച്ചിരുന്നു, താര ചെയിൻ അല്ല. പക്ഷെ പകരം ഒതുങ്ങിയ ചെയിൻ പൊട്ടിപ്പോവാതെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് നല്ലത്. പക്ഷെ അതേ വെയിറ്റ് തന്നെ വരും. ഇത് രണ്ടും സെയിം വെയിറ്റ് തന്നെയാണ്. പക്ഷെ പോളിച്ച് ഇല്ലാത്തതാണ്. സ്ട്രോങ് കൂടുതൽ ഇതിലായിരിക്കും. ഇതാകുമ്പോൾ പൊളിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ താലിമാലയൊക്കെ എത്ര ഇതിൽ ചെയ്യാൻ പറ്റും? നമുക്ക് പൈസ കുറവിൽ കൂടുതൽ കാണാൻ വെളിച്ചത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഉള്ളതെടുക്കാം. ഒതുങ്ങിയത് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയെടുക്കാം. അപ്പോൾ ചെയിൻ്റെ വെറൈറ്റികൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണുമോ? ഇവിടെ നിന്ന് നല്ല നല്ല എന്ന് വെച്ചാൽ പല ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇനി സ്ട്രോങ് കൂടുതൽ ഡെയിലി വരണ വേണമെങ്കിൽ ഇതൊക്കെ കയറുപിരി അല്ലേ? അതെ, പൊള്ളക്കയറാണത്. പൊള്ളക്കയറുള്ളതുണ്ട്, നോർമലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഇതൊക്കെ വെറൈറ്റികളാണ് ചെയിനില്. അതുപോലെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. താര പോലെ തന്നെ ഇത് ചെയിനും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെയിനാണ്. അപ്പൊ പൊളിച്ചാറേ ഇല്ല. പാദസരത്തിനാണെങ്കിലും കുട്ടി കഴിച്ചിനാണെങ്കിലും ഒക്കെ പോവാതെ കിടക്കും. പിന്നെ ഈ ഒരു തിളക്കം എപ്പോഴും ഉണ്ടാവും ഇതിലല്ലേ. അപ്പൊ ഇതൊക്കെ കൈച്ചെയിൻ കൊച്ചു കുട്ടികളുടെ കൈച്ചെയിനുകളാണ്. 1 ഗ്രാം 750 മില്ലി തൊട്ടുള്ള കൈച്ചെയിനുകളാണ് ഇതൊക്കെ അല്ലേ. കൈച്ചെയിനുകൾ കേട്ടോ. കൈച്ചെയിൻ്റെയും വെറൈറ്റികളുണ്ട്. അപ്പൊ എല്ലാതും ഉണ്ടാവും. ലൈറ്റ് 2 ഗ്രാമിൽ താഴെയാണ്. ഇതിപ്പോൾ 10-12 വയസ്സായ കുട്ടികൾക്കൊക്കെ മിക്കവാറും പൈസ ഇപ്പം ഗോൾഡ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ വെയിറ്റ് കുറവിൽ കിട്ടുന്ന രീതിയിലുള്ള കൈച്ചെയിനുകളാണ്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് മെയിൻ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയണത്. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത്. അതുപോലെ തന്നെ ഏപ്രിൽ 13-ാം തീയതി കൂടെ ചേട്ടൻ കസ്റ്റമർ വന്നപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് അവിടെ വെച്ചോ. അപ്പോൾ എന്താ പറയുന്നത്, 13 എന്താണ് സംഭവം? നമ്മുടെ റീ ഓപ്പണിങ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നറുക്കെടുപ്പുകളുണ്ട്, സമ്മാനങ്ങളുണ്ട്, എഷോർഡ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും സമ്മാനമാണ്. 1-2 ആൾക്കല്ല, എല്ലാവർക്കും സമ്മാനമാണ്. അത് 3 ആൾക്ക് സ്പെഷ്യൽ സമ്മാനം. അത് കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള വരുന്നവർക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. അപ്പം സമ്മാനം എങ്ങനെയാണ് എന്താണെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏപ്രിൽ 13-നാണ് ഇവർക്ക് റീ ഓപ്പണിംഗ് ഡേറ്റ്. അത് 10:30-ക്കാണ് സമയം വരുന്നത്. 10 മണിക്കാണ് നറുക്കെടുപ്പ്. ഇനി നറുക്കെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടയുടെ മുന്നിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ ഇതേപോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, ഒരു നോട്ടീസ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും എഴുതി കൊടുക്കാനുള്ള ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ കറക്റ്റ് അഡ്രസ്സും ഫോൺ നമ്പർ ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ട് പാനും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ആ ബോക്സിൽ ഇട്ട് കൊടുത്താൽ മതി. ഏപ്രിൽ 13-ാം തീയതി ഇവിടെ ഉണ്ടാവണവർക്ക് നറുക്കെടുക്കുമ്പോൾ ആ സമയത്ത് 10:30 സമയത്ത് എന്ത് ചെയ്യും?
നാളെ ബുക്കാൻ പറ്റും. ഈ റീ ഓപ്പണിംഗ് ചെയ്യാന്ന് വെച്ചാൽ രാജധാനി ഗോൾഡിന്റെ നമുക്ക് ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു ഗോൾഡ് നെക്ലസും കൂടി കിട്ടും. ഇനി രണ്ടാമത്തെ ഒരാൾക്ക് എന്ന് പറയുന്നത് ഏപ്രിൽ 12-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെ എന്ന് വെച്ചാൽ ഒരു ദിവസം ഫുള്ള് നീണ്ടു നിൽക്കണം നമുക്ക് സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒരു ദിവസം ഫുൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഏപ്രിൽ 13-ാം തീയതി 10 മണിക്കാണ് നറുക്കെടുപ്പ് ഉണ്ടാവുക. അവർക്ക് ഡയമണ്ടിൻ്റെ റിങ് അല്ലേ, ഡയമണ്ടിൻ്റെ റിങ് ആണ് രണ്ടാമത്തെ സമ്മാനം കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ സമ്മാനം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പവൻ്റെ നെക്ലസ്. അത് ഏപ്രിൽ 13-ാം തീയതി ഇനോഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഗ്രാം ആയാലും അല്ലെങ്കിൽ 100 മില്ലി ആയാലും നിങ്ങൾ ഇവിടുന്ന് സ്വർണ്ണം മേടിച്ച് കഴിഞ്ഞാൽ അത് മെയ് 13-ാം തീയതി വരെയാണ്. എന്ത് നിങ്ങൾ ഇവിടുന്ന് മേടിച്ചായാലും അത് ഒരു നറുക്കെടുപ്പ് പോലെ എടുത്തിട്ട് അതിലൊരാൾക്കാണ് നമ്മൾ 1 പവൻ്റെ നെക്ലസ് കൊടുക്കുന്നത്. ഞാൻ മേടിച്ച് പോകാൻ ഇപ്പം തന്നെ ഏപ്രിൽ ഇന്ന് 13-ാം തീയതി ആണെന്ന് വിചാരിച്ചോ. പക്ഷെ ഇന്ന് ഏപ്രിൽ 13 അല്ല, 13-ാം തീയതിക്ക് ഇനിയും ദിവസം കൊടുക്കുന്നുണ്ട്. അപ്പം മിസ് ചെയ്യേണ്ട എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് കൊടുക്കുക. ആർക്കാ ഭാഗ്യം കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കിട്ടോ നറുക്കെടുപ്പ്? എനിക്കില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സത്യസന്ധമായിട്ട് എടുത്താൽ പോലും അറിയിക്കാറുണ്ട്, സ്വന്തക്കാർക്കോ സ്റ്റാഫിനോ ബന്ധുക്കൾക്കോ കൊടുത്താൽ ചുമ്മാ കൊടുക്കുക എന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് ആർക്കും ഇടാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇത് സത്യസന്ധമായിട്ട് നീങ്ങുന്ന ഒരു സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു ഷോറൂം കൂടിയാണ്. അപ്പോൾ ആ ഒരു നറുക്കെടുപ്പ് ആർക്കാണ് വിജയമാവുന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനും ഇതിൽ നിന്ന് പിന്മാറാൻ, ഞാനും ഇതിൽ പേര് ഇടുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവർക്കും വെൽക്കം. എവിടേക്ക്? ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അഡ്വക്കറ്റ് വില്ലേജിൽ നമ്മുടെ വടുതല ജംഗ്ഷനിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം. അപ്പോൾ എല്ലാവരും എത്തിച്ചേരാം. അപ്പോൾ പ്രത്യേകിച്ച് ഏപ്രിൽ 13-ാം തീയതി 10 മണിക്ക് ഇവിടെ നറുക്കെടുപ്പ് ഉള്ള സമയത്ത് ഉണ്ടാവുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ഇനോഗ്രേഷൻ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ നറുക്കെടുപ്പില്ല ആ പേര് അവർ വിളിക്കുമ്പോൾ വന്നാൽ മതി, അങ്ങനെ പറ്റില്ല. മാറ്റി വെക്കും. ആരാണോ നിലവിലുള്ളത് ആ ആൾക്കാണ് ഇനോഗ്രേഷൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി തരുന്നതായിരിക്കും. 10:30-ക്കാണ് കേട്ടോ ഇനോഗ്രേഷൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇനോഗ്രേഷൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടാവുക. നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവും, വണ്ടി അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്താം അല്ലേ. അപ്പോൾ ഞാനും സമയം ഉണ്ടെങ്കിൽ ഞാനും എത്തിച്ചേരുന്നതായിരിക്കും. 10:30-ക്കല്ലേ? അതെ. അപ്പം നമുക്ക് 10:30-ക്ക് കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ബെസ്റ്റ് വിഷസ്.